ഇനി എന്തിൻ്റെ പേരിലായാലും ശരി, പ്രാങ്കായാലും ശരി, അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവിതത്തെ ബാധിക്കുന്നതാണെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കണം. അതായത് ഓരോരാളുടെ ജീവിതവും ഓരോരോ ഇതിലാണ്. ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയോ, 4 ദിവസമായി ചില ആൾക്കാരൊക്കെ ജോലിക്ക് പോയിട്ട് അവർക്കൊക്കെ ജീവിക്കണം. അവർക്കൊക്കെ എത്ര ആഗ്രഹമുണ്ട് എന്നറിയാം. ഒന്നീ മഴ മാറി കിട്ടിയിരുന്നെങ്കിൽ ഒരു കല്യാണമെങ്കിലും ഇല്ല ഒരു പ്രോഗ്രാമെങ്കിലും കിട്ടുമായിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേര്. മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മഴയാണ്. അതായത് രാവിലെ മുതൽ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്നതാണ്. ഒരു സമയവും കിട്ടിയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ മഴയൊന്ന് തോർന്നിട്ട് വേണ്ടേ? എവിടെ നോക്കിക്കഴിഞ്ഞാലും മഴയും വെള്ളവും അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. എന്നാലും നമുക്ക് പറയുന്നത് പറയാതിരിക്കാൻ പറ്റുമോ? അതായത് ഇന്നലെ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. എന്താണെന്ന് വെച്ചാൽ RJ അഞ്ജലി എന്ന് പറയുന്ന ഒരു യുവതി, ആ യുവതി പ്രാങ്കാണെന്ന് പറഞ്ഞിട്ട് ഒരാളെ വിളിക്കുകയാണ്. അവരെ വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ എവിടെയൊക്കെയാണ് മെഹന്തി ഇടുക, എനിക്ക് എൻ്റെ കൂല് മെഹന്തി ഇടണം, അതിനെന്താണ് വഴി എന്ന് ചോദിച്ചു. അതിനെ തുടർന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് രംഗത്ത് വന്നിട്ടുണ്ട്. ചേച്ചി ഞാനിടാം എന്ന് പറഞ്ഞിട്ട് ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും. അതായത് ചില ആൾക്കാരൊക്കെ പറയുന്നത് ഞാൻ മുംബൈയിൽ പോയിട്ട് പഠിച്ചതാണ് ചേച്ചി മെഹന്തി ഇടല്, ചില ആൾക്കാരോ ഞാൻ ഇംഗ്ലണ്ടിൽ പോയിട്ട് പഠിച്ചതാണ് മെഹന്തി ഇടല്. അങ്ങനെ എല്ലാവർക്കും ഇപ്പം അഞ്ജലിൻ്റെ ആടെ മെഹന്തി ഇട്ട് കൊടുക്കണം. ഏതായാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിളിച്ച സ്ത്രീയാണെങ്കിൽ കേസും കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അല്ല, എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും തരം താഴ്ന്ന ഈ സ്ത്രീക്ക്, അതായത് എല്ലാവരെയും പറയിക്കുന്ന ഇമാതിരി തോന്നിവാസം പറയുന്ന ഇവരെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇതുപോലെ വളർത്തരുത്. അവരെയൊക്കെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നിയമ നടപടികൾ എടുക്കുക തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഏതായാലും ഇപ്പോഴാൾ ഒളിവിലാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവരിപ്പോഴും പറയുന്നത് മറ്റുള്ളവരാണ് ഇത് വിവാദമാക്കിയത്, ഞാൻ ഇത് പ്രാങ്ക് ചെയ്തതാണ്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വീഡിയോ ഓടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇവർ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പ്രാങ്ക് ചെയ്തതാണ് എന്നുള്ള കാര്യമാണ് പറയുക. അപ്പോൾ ഒരാൾ പോലും ഇതുപോലെ ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് നമ്മൾക്ക് വ്യൂസ് വേണം, അല്ലെങ്കിൽ മറ്റുള്ളവർ ശ്രദ്ധിക്കണം പറയുന്നത് എന്നൊക്കെ പിന്നെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വൃത്തികെട്ട പരിപാടി ഒരാൾ പോലും പറയരുത്. ആ പറഞ്ഞതിൻ്റെ ഇതാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നുള്ളതാണ്. വീട്ടുകാർ വരെ നാണം കെട്ടില്ലേ? നാട്ടുകാരുടെ കളിയാക്കൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. വീട്ടുകാർക്ക് പോലും പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. അതുകൊണ്ട് വീട്ടുകാരും കുടുംബക്കാരും എന്തിനധികം പറയുന്നത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ പിന്നെ കെട്ടാൻ പോകുന്ന ചെറുക്കൻ ഇത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നാണ്. ഇനിയിപ്പോൾ ഇതൊന്നും കാണാൻ നിൽക്കുമോയെന്ന് അറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും വൃത്തികേട് പറഞ്ഞ ഒരു സ്ത്രീ ഇനി അതിനെ കെട്ടാൻ വേണ്ടി ഒന്ന് നിൽക്കുമോ? എനിക്ക് തോന്നുന്നില്ല അവിടുന്ന്. അപ്പോൾ അങ്ങനെ എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും RJ അഞ്ജലിൻ്റെ അഹങ്കാരം ഇതോടുകൂടി തീർന്നിരിക്കുകയാണ്. അതായത് പ്രാങ്ക് എന്ന് പറഞ്ഞിട്ട് പൊക്കി പിടിച്ചിട്ട് ഇനി വരണ്ട എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി കുറച്ച് കാലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളിൽ കിടന്നിട്ട് ഉണ്ടാകുന്ന, അതായത് ആ സ്ത്രീ വളരെ സ്ട്രോങ് തന്നെയാണ്. ഇവർ വിളിച്ച് പറ്റിക്കാൻ നോക്കിയല്ലോ ആ സ്ത്രീയോട്. എന്താ വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോഴേ അവരൊക്കെ എന്ന് പറഞ്ഞൊരു വർക്കിന് വേണ്ടിയിട്ട് കൊതിച്ചിരിക്കുന്ന സമയമായിരിക്കും. അപ്പോഴാണ് ഇങ്ങനെ പറയുന്നത്, ചേച്ചി എൻ്റെ കല്യാണമാണ്, എനിക്ക് മെഹന്തി ഇടണം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത്. ആ വിളിച്ചപ്പോഴേ അവർക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായിട്ടുണ്ടാവും. കാരണം ആ ഒരു വർക്കങ്ങ് കിട്ടിയല്ലോ. നമുക്കറിയാലോ ഇപ്പോഴേ ജീവിക്കേണ്ട പെടാപ്പാട് വിടുവാന്ന് എല്ലാവരും. അപ്പോൾ ആ സമയത്ത് ഒരു വർക്കൊക്കെ കിട്ടിയല്ലോ എന്നാണ് അവരും കരുതിയിട്ടുണ്ടാവുക. അവർക്ക് എന്തൊക്കെ പ്രതീക്ഷകൾ അവരുടെ മുഖത്തുണ്ടാകും. ആ ഒരു വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഇന്ന കാര്യം ചെയ്യാം, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരം ചോറ് കൊടുക്കാം എന്നുള്ള ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ട് അവർ സംസാരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സംസാരം കേട്ടപ്പോയില്ലേ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നിയായിരുന്നു. കാരണം അത്രയും ഭയങ്കര ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഞാൻ എവിടെയാണ് ഇടേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് അവരൊക്കെ പറഞ്ഞു കൊടുത്തു. അതായത് ചേച്ചി കല്യാണമാണ്, കയ്യിലാണ് ഇടേണ്ടത്, കയ്യിലിടുവോ മറ്റേക്ക് ഇടുവോ എന്നൊക്കെ ചോദിച്ചു. അവസാനമാണ് ഇവർ ചോദിച്ചത്, ചേച്ചി കൂലിടുവോ എന്ന് ചോദിച്ചത്. ആലോചിച്ച് നോക്കണം. അവർക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടില്ല. അവർ വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് പറഞ്ഞത്? അപ്പോഴാണ് പറയുന്നത്, ചേച്ചി എൻ്റെ വുഡ്ബിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാനാണ്, അതുകൊണ്ട് കൂലിടുവോ എന്നാണ് ചോദിച്ചത്. കൂന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, തന്നെ ഇടുവോ എന്നാണ് ചോദിച്ചത്. മനസ്സിലാക്കണം നിങ്ങൾ. ആ ഒരു പാവം ഇവറ്റകൾ എവിടെ കൊണ്ടുപോയിട്ട് കഴിക്കളിയോ? ഒരു മനുഷ്യനെ ഇതുപോലെ അപമാനിക്കാൻ പാടുണ്ടോ? അവരുടെ കഴിവല്ലേ മെഹന്തി ഇടല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കലയാണ്. അത് എല്ലാവർക്കും ഒന്നും കഴിയില്ല. അവരുടെ ഒരു കഴിവിന്, അതുപോലെ തന്നെ അവരുടെ ഒരു കലയെയാണ് ഇവർ ഇത്രയും വൃത്തികെട്ട രീതിയിൽ, മ്ലേച്ഛമായ രീതിയിൽ. എന്നിട്ട് പേരെന്താണ്? ന്യൂ ജനറേഷൻ, ഞങ്ങൾ ഇങ്ങനെയാണ്. അപ്പോൾ ആ ഒരു സ്ത്രീയെ, അവരുടെ കലയെ അപമാനിച്ചവർ, അവരെ ഒരിക്കലും വെറുതെ വിടരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നീട് പറയുകയാണ് ന്യൂ ജനറേഷൻ എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സകല സിനിമകളിൽ വരെ കാണിക്കുമെന്നുള്ളതാണ്. അപ്പി വരെ കാണിക്കുന്നതാണ് ഈ ന്യൂ ജനറേഷൻ എന്നാണ് ഇവരുടെ വിചാരം. പക്ഷെ ഇതൊന്നുമല്ല മക്കളെ ന്യൂ ജനറേഷൻ.
ന്യൂ ജനറേഷൻ എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ പഴയകാല സിനിമാക്കാർ ജയരാജ് അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരെടുത്തതാണ് ശരിക്കും ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂവും പറയലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വളരെ മ്ലേച്ഛമായ രീതിയിൽ സംസാരിക്കലും പിന്നെ രണ്ടർത്ഥം വെച്ച് സംസാരിക്കലും ഒക്കെയാണ് ഇവരുടെയൊക്കെ വലിയ ഫാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാണോടോ തോന്നിയവാസമല്ലേ ഇത് തോന്നിയവാസമാണ്. ഇവറ്റകളെ വെറുതെ വിടരുത്. മെഹന്തി ഇടുന്ന ഒരു സ്ത്രീയെ അപമാനിച്ച ഇവറ്റകളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് തുറുങ്കിലടക്കമാണ് വേണ്ടത്. ഇനി ഇവന്മാർ പ്രാങ്ക് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങരുത്. ഇവർ പലതരത്തിലും പ്രാങ്ക് കളിക്കും. ചിലപ്പോഴേ ഒരാളുടെ ജീവൻ വെച്ചിട്ട് ഇവരെ പ്രാങ്ക് കളിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എത്ര സ്ത്രീകളെ പറയിച്ചു ഇവർ. സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകളുടെ വില കളയുന്നത് എന്ന് പറയുന്ന പോലെയാണ് ഇതുപോലെയുള്ള ടീമുകളിൽ ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളുടെ വില കളയുന്നത്. അല്ല ഇതെന്തൊരു തോന്നിയവാസമല്ലേ ഇത്. അല്ല ഒന്നും വേണ്ട. ഇവരുടെ കുടുംബക്കാർ, ഇതിൻ്റെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, അവർ കേൾക്കും എന്നുള്ളൊരു വിചാരം വേണ്ടേ. പൈസക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും. പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കണം. അതിനു വേണ്ടിയിട്ട് മറ്റുള്ളവനെ ഞാൻ എന്തും ചെയ്യും. ഇരുന്നല്ല കുത്തി കൊല്ലുന്നില്ല. അതാണ് ഞാൻ ആലോചിക്കുന്നത്. അത്രമാത്രം വളരെ മോശമായ രീതിയിലാണ് ആ സ്ത്രീയോട് സംസാരിച്ചത്. മാപ്പ് പറയണം. ഇത് അതാണ് വേണ്ടതാണ്. അന്തസ്സുണ്ടെങ്കിൽ മാപ്പ് പറയാൻ വേണ്ടത്. ഞാൻ ചെയ്ത തെറ്റായിപ്പോയി. ഒരു കലയാണ് അപമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കൂട്ടം സ്ത്രീകളെയാണ് അപമാനിച്ചിരിക്കുന്നത്. എന്നിട്ട് വന്നിട്ട് വലിയ ഇപ്പോഴെന്താ പറയുന്നത്? അയ്യോ ഞങ്ങൾ പറഞ്ഞു നേടി ഇത് വിവാദമാക്കിയത് മറ്റുള്ള യൂട്യൂബറാ, ഞാൻ കേസ് എടുക്കാൻ പോവാ. കേസങ്ങ് കൊടുക്കുക. അവിടെ വാങ്ങിക്കാൻ നിൽക്കുന്നുണ്ട്. കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് വാങ്ങിക്കാൻ നിൽക്കുന്നുണ്ട്. ആദ്യം നിങ്ങളെ പേരിലാണ് കേസ് വരുക. അതാണ് മനസ്സിലാക്കേണ്ടത്. കുറച്ച് ദേഷ്യം കൂടുതൽ വന്നു പോയി കേട്ടാ. സത്യം പറയാലോ. പറഞ്ഞ് ഞാൻ ഇന്നും ആ വീഡിയോ ഇപ്പോഴും കേട്ടിട്ടാണ് വരുന്നത്. അവരുടെ ആ ദയനീയമായ ചോദ്യം ഉണ്ടല്ലോ. അവരാ ഒരു എന്താ വേണ്ട ഒരു വർക്ക് കിട്ടുന്നതല്ലേ എന്ന് കരുതിയിട്ട് അവർ ആ ചോദ്യം അവസാനം ഇവർ പറഞ്ഞു കൊണ്ട് ഉടച്ചപ്പോൾ എന്നിട്ട് പറയുകയാണ് പ്രാങ്കാണെന്ന്. അവരുടെ കണ്ണീര് ശരിക്കും അവരുടെ കണ്ണിന്ന് കണ്ണീര് വന്നിട്ടുണ്ടാകും. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അത്രമാത്രം ദുഷ്ടകളാണ് ഈറ്റുകളെന്നേ ഞാൻ പറയുള്ളൂ. ഇവറ്റകളുടെ അല്ലേ വിളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടും സൊള്ളുന്നുണ്ടല്ല. ഇതാ ഈറ്റുകളെ ചോദ്യം അവിടുന്ന്. ഇത്രയും വൃത്തികെട്ട ജന്മങ്ങൾ, വൃത്തികെട്ട ചോദ്യം ചോദിക്കുന്നവർ ഇതൊന്നുമല്ല. ഇതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം പറയാം. ആ നാട്ടുകാരോട് പറയുകയാണ്, ഇവറ്റകളതാ ശ്രദ്ധിച്ചോ നിങ്ങൾ. എന്തിനും ഇത് അതായത് എൻ്റെ വീഡിയോ ഓടണം, അതിനു വേണ്ടിയിട്ട് എനിക്ക് വിവാദമാക്കണം എന്തെങ്കിലും, അതിനു വേണ്ടിയിട്ട് ഞാനൊന്ന് വെച്ചാൽ RJ എന്ന് പേരും. ഇതാണോടോ RJ-ക്കാരെ പറയിക്കുകയല്ലേ ഇത് ചെയ്തത്? RJ-ക്കാരെ പറയിക്കുകയാണ്. അന്നേരം എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇതെന്താ ആർക്കും ഇല്ലാതെയാണോ? ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഇതിങ്ങനെ പൊക്കി കാണിച്ചുകൊണ്ടാണോ നടക്കുന്നത്? അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. എല്ലാവർക്കും ഉള്ള സാധനം തന്നെയാണ്, അല്ലാതെ ആർക്കും ഇല്ലാതെ ഒന്നുമല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാവരും ഇതാണോ? നമ്മളുടെ ഒരു സംസ്കാരമുണ്ട്. നമുക്ക് എല്ലാ കാര്യത്തിനും തന്നെ ഒരു ഇതുണ്ട്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചില ആൾക്കാർ പറഞ്ഞാൽ അയ്യോ വെളിനാട്ടിലല്ലേ, ഇതൊന്നുമല്ല. വെളിനാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഡീസൻ്റാണ്, എക്സ്ട്രാ ഡീസൻ്റാണ്. ഇവിടെ ഉള്ളതുപോലെ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലെങ്കിലും എല്ലാം ഉണ്ടാക്കി നടക്കുന്ന ടീമൊന്നുമല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ കുറേ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കോ എന്നാൽ വേറെ ആർക്കോ കുരു പൊട്ടിക്കണം, ഞാൻ അവരെ കുരു പൊട്ടിക്കും എന്ന് പറഞ്ഞിട്ട് ഇവിടെ പലതും കോപ്രായങ്ങളും കാണിച്ചു കൂട്ടുന്നു. അവർക്ക് എന്ത് ചെയ്തോ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത്. അപ്പോൾ വേറെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഇനി എന്തിൻ്റെ പേരിലായാലും ശരി, പ്രാങ്കായാലും ശരി, അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവിതത്തെ ബാധിക്കുന്നതാണെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കണം. അതായത് ഓരോരാളുടെ ജീവിതവും ഓരോരോ ഇതിലാണ്. ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയോ 4 ദിവസമായി ചില ആൾക്കാരൊക്കെ ജോലിക്ക് പോയിട്ട് അവർക്കൊക്കെ ജീവിക്കണം. അവർക്കൊക്കെ എത്ര ആഗ്രഹമുണ്ട് എന്നറിയാം. ഒന്നീ മഴ മാറി കിട്ടിയിരുന്നെങ്കിൽ ഒരു കല്യാണമെങ്കിലും ഇല്ല ഒരു പ്രോഗ്രാമെങ്കിലും കിട്ടുമായിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇല്ലെങ്കിലും നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഇത് 4 ആൾ അറിയണം. ഒരാളുടെ കണ്ണീരാണിത്. ഇത് 4 ആൾ അറിയണം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു ലൈക്ക്, ഒരു കമൻറ്റ്. നന്ദി, നമസ്കാരം.